അത് അശരണർക്ക് കട്ടിലായാലും അശരണർക്ക് വിശക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളായാലും രോഗപ്രതിരോധ കാര്യങ്ങളെക്കുറിച്ചായാലും നാടിൻ്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിലായാലും വിദ്യാർത്ഥികൾക്ക്, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ നടത്തിയിട്ടുണ്ട്. എൻ്റെ നല്ലൊരു സ്വപ്നമായിരുന്നൊരു ജോലി, അത് നഷ്ടപ്പെട്ടു, കളിക്കാൻ പറ്റില്ല. അങ്ങനെ അരുണിമ സ്നേഹ അങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറോട് അരുണിമ സ്നേഹ എപ്പോഴും പറയും, എന്നെ ഒന്ന് കൊന്നു തരൂ, കാരണം എനിക്കിനി ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ അരുണിമ സ്നേഹ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അരുണിമ സ്നേഹ അന്ന് പത്രം വായിച്ചു. അന്ന് പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു, യുവരാജ് സിംഗ് എന്ന പണ്ടത്തെ പ്രശസ്തമായ ക്രിക്കറ്റ്, നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് അറിയുമോ എന്നറിയില്ല, അന്ന് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ക്രിക്കറ്റ് താരമുണ്ട്. ഒരു ഓവറിൽ 6 സിക്സർ അടിച്ച യുവരാജ് സിംഗ് എന്ന ക്രിക്കറ്റ് താരം. അപ്പം അന്നത്തെ പത്രത്തിൽ അരുണിമാസിന് ഒരു വാർത്ത കൊണ്ട് യുവരാജ് സിംഗിന് ഈ പ്രശസ്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് തലയിൽ ക്യാൻസർ വന്നു. ക്യാൻസർ വന്നിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് ക്യാൻസർ ബാധിതനായി തിരിച്ചു വന്ന് സെഞ്ചുറി അടിച്ചു എന്നുള്ളൊരു വാർത്ത. ക്യാൻസറിനെ തോൽപ്പിച്ച് യുവരാജ് സിംഗ് സെഞ്ചുറി അടിച്ചു എന്നുള്ളൊരു വാർത്ത അരുണിമാസിന് പത്രത്തിൽ വായിച്ചു. അത് വായിച്ചിട്ട് അരുണിമ സിംഗിക്ക് തോന്നി, എന്തുകൊണ്ട് എനിക്കും ഇതുപോലെ സ്വപ്നങ്ങൾ കണ്ടുകൂടാ എന്ന്. അടുത്ത ദിവസം ഡോക്ടർ വന്നിട്ട് ഏറ്റവും അരുണിമ സിംഗിനെ പറഞ്ഞു, ഡോക്ടർ എനിക്ക് എവറസ്റ്റ് കൊടുമുടി കീഴടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വിചാരിച്ചു ഇന്നലെ അവരെ മരിക്കണം എന്ന് പറഞ്ഞ അരുണിമ സിൻഹ എന്ന് എവറസ്റ്റ് കൊടുമുടി കീഴടക്കണമെന്ന് പറഞ്ഞ അരുണിമ സിൻഹക്ക് വട്ടായി എന്ന് വിചാരിച്ചു. ഡോക്ടർ ഒന്നും വേണ്ടിയില്ല. പക്ഷേ അരുണിമ സിൻഹ ആ ഒരു ആത്മവിശ്വാസത്തോടെ അരുണിമ സിൻഹ ഡോക്ടറോട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അപ്പോൾ അരുണിമ സിൻഹ ബ്രദർ ഉണ്ടായിരുന്നു, ബ്രദർ അതിനെ സപ്പോർട്ട് ചെയ്തു. 1 മാസത്തിനുള്ള അരുണിമ സിൻഹ കാലിൻ്റെ അസുഖം ഭേദമായി നേരെ അരുണിമ സിൻഹ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി നേരെ പോയത് ബജേന്ദ്രി പാലിനെ കാണാമായിരുന്നു. ലോകത്തിലെ ഇന്ത്യയിലെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ വനിതയായിരുന്നു ബജേന്ദ്രി പാൽ. ബജേന്ദ്രി പാലിനോട് തൻ്റെ സ്വപ്നം പറഞ്ഞു. 2 വർഷത്തിനുള്ളിൽ അരുണിമ സിൻഹ 8,848 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റ് ഒറ്റക്കാലിൽ കീഴടക്കിയ ലോകത്തിലെ ആദ്യത്തെ വനിതയായി മാറി. അത്തരം ആത്മവിശ്വാസമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാ വർഷവും SLCയും +2 റിസൾട്ട് വരുമ്പോൾ ഒരു വിഷയത്തിന് തോറ്റലിന് ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകൾ കാണുന്ന അല്ലെങ്കിൽ വായിക്കുന്ന നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല, അരുണിമ സിൻഹയെ പോലെ ഇന്ന് ലോകത്തിലെ എല്ലാ കൊടുമുടിയും അരുണിമ സിൻഹ കീഴടക്കി കഴിഞ്ഞു. അതുപോലുള്ള കോൺഫിഡൻസ്, ആത്മവിശ്വാസം കൈമുതലായാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ ഏത് ലക്ഷ്യവും നേടാം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ ഈ 2 ഓപ്ഷനാണ് സിൻസിയറിറ്റി, ആത്മാർത്ഥയോടെ നിങ്ങൾ പഠിക്കാനായിരിക്കണം. ആ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം. ഇന്ന് കഷ്ടപ്പെട്ടിട്ട് നാളെ സുഖിക്കാം എന്നുള്ളൊരു കാര്യം എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടികൾക്കും ഓർക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാം. ക്യാഷിൻ്റെ ഏറ്റവും അവസാനത്തെ ഹാർഡ് വർക്ക് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ലോകത്തിൽ മഹാന്മാരായവരൊക്കെ ഒറ്റ ദിവസം കൊണ്ട് മഹാന്മാരായവരല്ല എന്ന് നിങ്ങൾ ഓർക്കണം. ഇപ്പോൾ തന്നെ നേരത്തെ പ്രിയപ്പെട്ട മധു APJ അബ്ദുൽ കലാമിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ലോകമൊക്കെ ബഹുമാനിക്കുന്ന നമ്മുടെ രാഷ്ട്രപതി. അദ്ദേഹം ചെറുപ്പത്തിൽ നമുക്കറിയാം, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, രാമേശ്വരം എന്ന സ്ഥലത്താണ് അദ്ദേഹം. വളരെ പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് മാത്സ് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മാത്സ് ട്യൂഷൻ എടുക്കാനുള്ള കാശൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ നാട്ടിലൊരു സ്വാമിയാർ മാത്സ് ക്ലാസ് സൗജന്യമായിട്ട് കുട്ടികൾക്ക് മാത്സ് ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ക്ലാസ്സിൽ രാവിലെ 4 മണിക്കാണ് ആ ക്ലാസ് തുടങ്ങുക. ആ ക്ലാസ് തുടങ്ങുമ്പോൾ ആ ക്ലാസ്സിൽ കുളിച്ചിട്ട് രാവിലെ കുട്ടികൾ എത്തണം. അപ്പോൾ നമ്മുടെ കുഞ്ഞ് APJ അബ്ദുൽ കലാം 3:30 വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് 3:30 കുളിച്ച് നേരെ അരമണിക്കൂർ നടന്ന് ആ ക്ലാസ്സിലെത്തി 4 മണി മുതൽ 5 മണി വരെ അദ്ദേഹം ക്ലാസ് കേട്ട് 5 മണിക്ക് നേരെ വീട്ടിൽ പോകുമായിരുന്നു. 5 മണിക്ക് അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ പോയി. എന്നിട്ട് അവിടെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ പത്രം വിറ്റ് 8 മണിക്കാണ് അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തിയത്. അപ്പോൾ അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ മഹത്തായ ലോകം ആരാധിക്കുന്ന ഒരു വ്യക്തിയായി മാറിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രാമായണം, മഹാഭാരതം പോലുള്ള മഹാ ഇതിഹാസങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് എഴുതിയതല്ല, പിന്നെ വർഷങ്ങളായിട്ടുള്ള കഠിനാധ്വാനത്തിലാണ് ഇതിഹാസങ്ങൾ ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയർച്ച നേടണമെങ്കിൽ നമുക്കറിയാം, ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉയർച്ച നേടാം. ചിലപ്പോൾ ഏതെങ്കിലും മയക്കുമരുന്ന് കച്ചവടം നടത്തിയാൽ ഒരു ദിവസം കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാം. അതല്ല, തുടർച്ചയായുള്ള കഠിനാധ്വാനത്തിലൂടെയാണ് ജീവിത വിജയം എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അങ്ങനെയുള്ള കഠിനാധ്വാനത്തിലൂടെ നേടിയ ജീവിത വിജയം മാത്രമേ ശാശ്വതമാവൂ എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. നമ്മുടെ കുട്ടികൾ ഇന്ന് വോയിസ് ഓഫ് പെരിയ ഒരു സംഘടന രൂപീകരിക്കാൻ ഉള്ളൊരു പ്രചോദനം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു കഥയുണ്ട്. ഒരു ദിവസം 10 എന്നുള്ള സംഖ്യ 9 എന്നുള്ള സംഖ്യ ഒരു അടി കൊടുത്തു. അപ്പോൾ 9 10നോട് ചോദിച്ചു, നീ എന്താണ് എന്നെ അടിച്ചത്? അപ്പോൾ 10 പറഞ്ഞു, ഞാൻ വലിയവനാണ്, വലിയവനെ ചെറിയവനെ അടിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് 9 8നെ അടിച്ചു, 8 7നെ അടിച്ചു, 7
6-നെ അടിച്ചു, 6 5-നെ അടിച്ചു, 5 4-നെ അടിച്ചു, 4 3-നെ അടിച്ചു, 3 2-നെ അടിച്ചു, 2 1-നെ അടിച്ചു. അപ്പോൾ 1-നെ അടിക്കാൻ പിന്നെ അടുത്ത ബാക്കിയുള്ള 0-ആണ്. അപ്പോൾ 0-ന് വിലയില്ല. അപ്പോൾ ഒന്ന് വിചാരിച്ചു 0-ന് അടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, 0-നെ ചേർത്ത് നിർത്താവുന്നത്. അങ്ങനെ 1 0-നെ തൻ്റെ വലതുവശത്തോട് ചേർത്ത് നിർത്തി. 1 0 ചേരുമ്പോൾ 10 അവരേറ്റവും വലിയവനായി പറയും. നിങ്ങളൊക്കെ വലിയവനാകുമ്പോൾ താഴോട്ട് നിൽക്കുക. വലിയവനല്ല ചെറിയവനെ നിങ്ങളോട്, ദുർബലനെ നിങ്ങളോട് ചേർത്ത് നിർത്തുമ്പോഴാണ് നിങ്ങൾ വലിയവനാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു ചേർത്ത് നിർത്തലാണ് വോയിസ് ഓഫ് പെരിയയിലൂടെ അവർ ഇവിടെയുള്ള പിന്നെ മുതിർന്ന ആൾക്കാർ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ആ പാത എൻ്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികളായ നിങ്ങൾ കൂടി പിന്നെ എന്താണ് അവർ ആ പാദങ്ങൾ പിന്തുടരണം. വലിയവനെ എന്താണ് ചെറിയവനെ ദുർബലനെ ചേർത്ത് നിർത്തുക. നിങ്ങൾ വലിയവനാകുമ്പോൾ താഴോട്ട് നോക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഏറെ സന്തോഷത്തോടെ ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.